മക്കളെ ഇന്നത്തെ കൂട്ടാൻ എന്താ മനസ്സിലായില്ലേ? മുത്തശ്ശിയുടെ കയ്യിലിരിക്കുന്നത് എന്താ? മുരിങ്ങാക്കൊമ്പ്, വലിയൊരു മുരിങ്ങാക്കൊമ്പ് നീണ്ടു പോയിരുന്നേ. അപ്പോൾ ഞാൻ പണിക്കാരനോട് പറഞ്ഞു ഒന്ന് മുറിച്ച് തരൂ, ഞങ്ങൾക്ക് ഇന്നൊന്ന് കൂട്ടാനും നാളെ ഉപ്പേരിയും വെക്കാം, വെറുതെ വേസ്റ്റായി കളയും വേണ്ടല്ലോ. മുരിങ്ങ നല്ലതല്ലേ, നല്ല പോഷകാഹാരമുള്ള ഇതാണല്ലോ. അപ്പോൾ പിന്നെ ഇന്നത്തെ കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുതിർന്നതൊക്കെ ആകുമ്പോഴേക്ക് മുരിങ്ങയുടെ എല്ലാം നന്നാക്കണം, ഇത് കൂട്ടാൻ വെക്കണം. പിന്നെ ഉള്ളി വറുത്തില്ല, മുത്തശ്ശിക്ക് അരച്ചാൽ വലിയ ഇഷ്ടമില്ല. ചിലർക്ക് നാളികേരം അരയ്ക്കണം, ചിലവർക്ക് അരയ്ക്കാത്തതാണ്. അപ്പം ഇന്നത്തെ ഊണിൻ്റെ കൂട്ടാൻ അതാണ് കേട്ടോ. പിന്നെ ഉപ്പേരിഞ്ഞ എന്താ അമ്മ വെക്കണ അറിയില്ല അമ്മു. അതെ അതെ, നീ ചോദിച്ചു നോക്കിയോ? ഇല്ല, ഞാൻ ചോദിച്ചിട്ടില്ല, ചോദിക്കാം നമുക്ക്. അപ്പം നേരത്തെ മുത്തശ്ശി ഉണ്ടാക്കണമെങ്കിൽ മുരിങ്ങയൊക്കെ നേരെയാക്കി വെക്കാം. അതെ, അപ്പൊ കൂട്ടാൻ മുത്തശ്ശി റെഡിയാക്കി തരാം. ഓക്കെ. അതെ, പിന്നെ ഉള്ളി നേരെയൊക്കെ വറുത്തിടാനോ അതിനൊക്കെ ചെയ്യാലോ. അതെ, നമുക്ക് കുറച്ച് വേഗം തുടങ്ങാം, പണികളൊക്കെ ഉണ്ട്. പണി തുടങ്ങാം. പിന്നെ വേറെ പണികൾ പിന്നെ കിടക്കുന്നുണ്ട്. അതെ, മുത്തശ്ശി കരിമാങ്ങ കൂട്ടാണ്ട്, കായം പൊടിക്കാണ്ട്, കായൊക്കെ വറുത്ത് വെച്ചു. എന്നാ ഇന്ന് കുറച്ച് പൊടി എനിക്ക് തന്നോളൂ. നാളെ ചെന്ന പൊടിയോ? വേറെ കട്ടക്കായം വാങ്ങിണ്ടോ? കായം തരാം. 50 കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇനി ഒരു 50 കൂടെ തരാം. അതെ, പിന്നെ ഈ പുതിയതിന്റെ കൂടെ അപ്പൊ 100 വേണ്ടി വരില്ലേ? അപ്പൊ പൊടി വേണമെന്ന് അർത്ഥം. അതെ അതെ അതെ. എന്നാ ചെയ്തോളൂ. പൊടി ഉണ്ടാക്കാൻ അല്ല, അതൊക്കെ ഉണ്ടാക്കാൻ അറിയില്ല, അതാ മുത്തശ്ശി. എന്താ അറിയോ, മുത്തശ്ശി വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മുത്തശ്ശിക്ക് ഇപ്പൊ ഉഷാറെന്താ അറിയോ, അമ്മ നല്ലൊരു അമ്മി വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ. അതില് പൊടിക്കാല്ലേ, വേഗം പൊടിഞ്ഞു കിട്ടും. പിന്നെ മിക്സിയിലൊന്നും തിരിച്ചാൽ നല്ല നൈസായ പൊടിയായി കിട്ടും. അപ്പൊ അതുകൊണ്ട് മുത്തശ്ശിക്ക് ഉഷാറ. ആദ്യം ഇവിടെ കൊണ്ടുവന്നിട്ടല്ലേ, പിന്നെ പറഞ്ഞാൽ ചിലപ്പോ സന്ധ്യയൊക്കെ ആവും. അങ്ങനെ ഇത് പിന്നെ എപ്പോഴും ലൈറ്റുള്ള സൗകര്യമാണ് അവിടെ പൊടിക്കുക. അപ്പൊ അവിടെ തന്നെ പൊടിക്കുക. ഇതിലേറെ മൂർച്ചയുണ്ട് അമ്മി. അതെ അതെ, പുതിയതല്ലേ. പിന്നെ ഇതും ഉപയോഗിച്ചിട്ടൊന്നുമില്ല, പണ്ടത്തെ വ്യത്യാസമാണ് എന്താ അറിയില്ല. ഇതിപ്പോ നല്ല മൂർച്ചയാണ്. അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് വേണം പിന്നെ അതിന് പോവാൻ. അമ്മു, പണ്ടൊക്കെ മുരിങ്ങയുടെ ഉരി കൊടുത്താലേ നാഴിയരി എന്നാ കണക്ക്. നാഴിയരി ചോറ് തരണം. അല്ല, നാഴിയരി ഇപ്പൊ ചിലവര് അങ്ങനെ നന്നാക്കി കൊടുക്കില്ലേ. എന്നുവെച്ചാൽ വീട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോ ചിലവര് പണിക്കൊക്കെ ആളെ വിളിക്കില്ലേ, അവര് നന്നാക്കി കൊടുത്ത് അവിടെ കൂട്ടാൻ വെക്കാനല്ല കേട്ടോ. അവര് വീട്ടിക്ക് പോകും. അപ്പൊ നാഴി അരി കൊടുക്കും. ഇത്രേ നാഴി അരിയായിട്ട് കൊടുക്കോ? അരിയായിട്ട് കൊടുക്കും അവർക്ക് വീട്ടിലത്തെ ചെലവിനെ. എന്താ മുരിങ്ങയുടെ ഇല ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ഓരോരോ ഇല. അത് കുറച്ച് പണിയുണ്ടല്ലോ അല്ലേ? കുറച്ച് പണിയുള്ളോണ്ട് പണിയുണ്ടല്ലോ. അപ്പൊ നാഴിയരിയുള്ളത് നാഴി അരി കൊടുക്കട്ടെ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും ആരും കിട്ടുന്നില്ല. ഇല്ല, അപ്പൊ അങ്ങനെ ആരും നന്നാക്കൂല. ഇല്ല. അപ്പൊ അമ്മു, ഈ കറവത്ത് നിൽക്കുന്ന കണ്ടില്ലേ, അതും ഇതായോ? അതിന്റെ തലക്കൊരു കേടുണ്ടായിരുന്നു. അപ്പൊ അത് മുറിച്ചു. അപ്പൊ ഇനി പുതിയതായിട്ട് ഇനി തല വരും. പിന്നെ വേറെ അപ്പുറത്തൊന്നും ഉണ്ടായിട്ടുണ്ട്. അവിടെ ഉണ്ടോ? അവിടെ ഉണ്ട്. അത് പൂവിട്ടിട്ടേ ഉള്ളൂ. അപ്പൊ ഇത് അയിമെന്നുണ്ടായ കായകളാണ്. അപ്പൊ ഇനി ഇതുകൊണ്ടൊന്ന് ഉരുപ്പേരി വെക്കണം, നാളെ കൂട്ടാൻ വെക്കാം. അപ്പൊ ഇന്നിപ്പോ മുരിങ്ങയുടെ ഇല കൊണ്ടാണല്ലോ കൂട്ടാൻ. അപ്പൊ കറുവത്തുംകാരന് മുഴുവനും ഇവിടെ കൃഷി ചെയ്ത പച്ചക്കറികൾ കൊണ്ടുള്ള വിഭവങ്ങളാണ്. ഇത് എടുക്കാൻ പറ്റുമോ? ഇത് നോക്കട്ടെ. അവരെ ഇവിടെ അറുത്ത് വെച്ച് പോയതാ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. എന്നായിക്കോട്ടെ മുത്തശ്ശി, നമുക്കിത് നേരെ പഴിപ്പിക്കാം. പഴുത്ത് തിന്നാൻ നല്ലതാ. മുറം തന്നെയാ, പുതിയതല്ല അവിടെ ഉണ്ടല്ലോ. നീ ഏറ്റി നിക്കണ്ടത് ഇങ്ങനെ അവിടെ കൊണ്ടൊക്കെയാ. ഇനി നേരെയാക്കാം ഉപ്പേരിക്കൊക്കെ. അതെ, എന്താ നല്ല വലുതല്ലേ. ഉപ്പേരിയൊക്കെ വെക്കാൻ നോക്കട്ടെ. ഉപ്പേരി വെക്കാം. ഏതാ? നാളെ സാമ്പാർ വെക്കാം. ചെറിയ ഉള്ളിയും കർമൂസും കായും കൂടെ സാമ്പാർ, തക്കാളി നല്ല. നാളെ സാമ്പാറാണ്. ഏതായാലും ദോശയാണല്ലോ, അപ്പൊ സാമ്പാർ. ഇന്നിപ്പോ ഒരു ഉപ്പേരി. ഈ പഴുത്തിക്ക ഏതാ മാറ്റിയൊക്കെ നോക്കൂ. പിന്നെ സാമ്പാർ പൊടി ഇട്ടിട്ട് നമ്മൾ അരക്കാതെ ഉണ്ടാക്കാറില്ല, അത് നല്ലതാണ്. പഴുത്ത മധുരം എല്ലാം ഉണ്ടോ? അത് കുറവാ? മധുരം കുറവാണ്. എല്ലാം കൂടെ നമുക്ക് യോജിച്ച് കിട്ടണ്ടേ. എന്തെങ്കിലും ഉണ്ടാവും എന്ത് കാര്യത്തിലും. അപ്പൊ എന്തായാലും നമുക്കിത് പഴുക്കാൻ വെക്കൽ വെച്ചാ മതി. മാങ്ങ, ഉപ്പിട്ട മാങ്ങ. ഇത് ഉലുവ കൂട്ടാൻ വേണ്ടിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെന്താ അറിയോ അമ്മു, അടുത്തൊക്കെ ഒരു പരിപാടി ഉണ്ടെന്ന്. ഞാൻ ഇത് കുറച്ച് നേരെയാക്കുമ്പോഴേക്ക് ഈ കായം പൊടിക്കാണ്ട് കടുമാങ്ങ കൂട്ടാണ്ട് വറുത്ത് വെച്ചേ ഉള്ളൂ. ഇനി ഇത് പൊടിച്ചു കൊണ്ടിരുന്ന നമ്മുടെ പുതിയ അമ്മിയില്. അമ്മ എന്നാ പൊടിച്ചോളൂ, ഞാൻ ഉപ്പേരിക്കുള്ള പരിപാടിയൊക്കെ നോക്കാം. അതെ, കൂട്ടാൻ മുരിങ്ങ കൂട്ടാനായിട്ടുണ്ട്. ഇനി ഉപ്പേരി വെക്കട്ടെ. അപ്പൊ ഇത് പൊടിച്ച് തരട്ടെ കേട്ടോ.
ഒക്കെ മൂടി ഇട്ടതാണ്. അപ്പം ആളോ ഒരു പ്ലേറ്റ് എടുത്തുണ്ട് അവിടുന്ന് ഇതേ പൊടിച്ചിട്ട് വാരി വെക്കാനുള്ള പാത്രം എടുത്തില്ല. അത് പൊടിച്ച് നോക്കുമ്പോ ആ അമ്മീടിയും വേണ്ടി മാറ്റം കണ്ടോളൂ കേട്ടോ. ആ എന്തേ ആ ഉപ്പുമാങ്ങ കഴിച്ചു. കൂട്ടാനുള്ള പറഞ്ഞ ഉപ്പുമാങ്ങ കഴിച്ചിട്ടേ ഞാനവിടെ ഇത് നുറുക്കിയിരുന്നു. പറയണേ അടിപൊളിയത്. എരിവില്ലാത്തല്ലേ അപ്പൊ അതിന് ഇഷ്ടമായി ഉണ്ടാവേ. അറിയാൻ പറഞ്ഞ സ്പൂണിട്ട് വേണ്ട ഒരു കഴിച്ചോളൂ, ബാക്കി മതിയല്ലോ മുളക് കൂട്ടുക. അതെ ഇതല്ലെങ്കിൽ മുരിങ്ങാക്കൂട്ട് അതിലേക്കൊക്കെ സാധാരണല്ലേ ഉപ്പുമാങ്ങ. പ്ലേറ്റ് കൊണ്ടുവരാൻ അവിടെ ഇതിൽ വെള്ളം ഉണ്ടോ? ഇല്ലല്ലേ, ഇതിൽ തന്നെ മതിയില്ലേ? ഇതിൽ തന്നെ മതി. ഇതിങ്ങനെ പൊടിയൊക്കെ എടുത്ത് വെക്കുക നല്ലെണ്ണ ഒഴിച്ചിട്ട്. അല്ല നല്ലെണ്ണല്ല ഒഴിക്കില്ലേ, അത് പിന്നെ നമ്മള് കടുമാങ്ങയൊക്കെ കൂട്ടുകൂട്ടി വെള്ളമൊക്കെ റെഡിയാക്കില്ലേ. അപ്പൊ അതിലേക്ക് അപ്പൊ കുറച്ച് വേഗം വേറെ പ്ലേറ്റിലോ ചെറിയൊരു ഡപ്പ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് നല്ലെണ്ണ ഒഴിച്ചിട്ട് കൂട്ടി ഇളക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പൊ അച്ഛൻ ചോറുണ്ടാട്ടോ, ഞാൻ ഊണ് കഴിക്കണേ ഉള്ളൂ. നമ്മൾ ഉണ്ണണേ ഉള്ളൂ അല്ലേ അമ്മു? അതെ. അപ്പൊ മുരിങ്ങ കൂട്ടാൻ അവിടുന്ന് കൊണ്ടുവന്നാണ്. മുത്തശ്ശിയാണ് ഉണ്ടാക്കിയത്. മുത്തശ്ശിയല്ല, അമ്മായി ഉണ്ടാക്കിയേ. മുത്തശ്ശി ഇലയൊക്കെ മുരിങ്ങയുടെ ഇലയൊക്കെ റെഡിയാക്കി കൊടുത്തു. ഇത് ഇവിടെ ഒരു അച്ചാറ്, അത് മാങ്ങ ഉലുവയും കായം കൂടെ ഒക്കെ പൊടിച്ചിട്ടൊരു മുത്തശ്ശി ഉണ്ടാക്കിയതാണ്. വെള്ളം കുറവാ, കഷ്ണം മാത്രം എങ്ങനെയുള്ളൂ. പിന്നെ അതാ നമ്മള് ഇത് ഉണ്ടാക്കിയില്ലേ, കർമൂസങ്ങായ ഉപ്പേരി, പപ്പായ ഉപ്പേരി. എനിക്കിത് കണ്ടപ്പോൾ എന്താ ഓർമ്മ എന്നറിയോ, പണ്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ കൂട്ടാനൊന്നും അങ്ങനെ എപ്പോഴും നേരത്തെ ഒന്നും ആവില്ല. നമുക്ക് ട്യൂഷനൊക്കെ പോകേണ്ട സമയങ്ങളൊക്കെ ആകുമ്പോൾ കൂട്ടാനൊന്നും കൊണ്ടുപോകാറില്ല. പിന്നെ അന്നൊന്നും സ്കൂളിൽ ചോറ് കിട്ടൂല, അതുകൊണ്ട് അന്നൊക്കെ കഞ്ഞിയാണ്. അതിനെ കുറച്ച് കുട്ടികളൊക്കെ അങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഉപ്പേരി ഇന്ന് കഴിച്ചപ്പോൾ അത് ഓർമ്മ വന്നു. ഞാൻ ആയ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വിഭവങ്ങൾ. ഏതാ പപ്പടം, പിന്നെ കടുമാങ്ങ, അത്രേ ഉള്ളൂ. അച്ഛനൊന്നും ഉണ്ടാതെ വേഗം ഊണയിക്കണക്ക് ഏതാ ആളറിയോ? അച്ഛൻ നല്ല വിശന്നു, ഇത്ര സമയം വൈകിന്നാറിന് 2:30. നോക്കെ ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.